ഡിസൈൻ 1 rupee ക്രാഫ്റ്റ്. ലെറ്റ് സി വട്ട് ദി ഷോസ്. പിന്നെയും പെൻ ഹോൾഡർ. ഡെസ്ക് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ പെൻ ഹോൾഡർ, പെൻസിൽ ഹോൾഡർ ഇത് തന്നെയാണോ? സാധനമെല്ലാം ഒന്ന് തന്നെയല്ലേ, പെന്നായാലും മനസ്സിലായാലും എന്തായാലും ഇട്ടോ കാല സാറല്ല പൊട്ട്. ഈ പ്രാവശ്യം കൂടെ ഇതുണ്ടാക്കാം. പിന്നെ ഒരു കാര്യം, ഇതെങ്ങനെ ഉറുപ്പിൻ്റെ ക്രാഫ്റ്റ് ആകുക? ഇപ്പോഴത്തെ പശക്കന്നെ ഉണ്ട് 5 റുപ്യ. പിന്നെ ഉറുപ്പിൻ്റെ ക്രാഫ്റ്റ് ആകുക. പിന്നെ പശയുള്ളവർക്ക് ട്രൈ ചെയ്തോ കേട്ടാ. പിന്നെ പേപ്പറാണെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേപ്പർ എടുത്താൽ മതി. ഞാൻ A4 ഷീറ്റ് എടുത്തത് കുറച്ചൊരു പരിഷ്കാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പാറ്റേൺ പേപ്പർ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു എടുത്ത ക്യാനിൻ്റെ അളവിന് കട്ട് ചെയ്തിട്ടാകുമ്പോൾ വരച്ചു കൊടുത്താൽ അത്രയും എഫേർട്ട് കുറക്കാം. ഞാൻ ഇതിൻ്റെ മുക്കാൽ ഭാഗമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ക്യാനിലിന് കുറച്ചുകൂടി പണിയും. അതുകൊണ്ട് ബാക്ക് ഭാഗം ഞാൻ ചിത്രം എല്ലാം എടുക്കട്ടെ. അത് ബാക്കല്ലേ കൂട്ട് സ്ഥല എന്നിട്ട് അത് അതിന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാട്ടിൽ അരി ഉണ്ടായിരുന്നല്ലേ, ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത്. ആ പോട്ടെ, നിങ്ങളതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതിനൊരു കണ്ണും മൂക്കും ബായും വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധനമായി. പിന്നെ ജൂട്ട് ത്രെഡ്, അവരതിനകത്ത് ജൂട്ട് ത്രെഡും കൂടെ ഒട്ടിക്കാൻ പറയുന്നുണ്ട്. അതിന് തന്നെ ഉണ്ടോ 25 റുപ്യ. ഇപ്പം എനിക്ക് താവുന്നില്ല. പിന്നെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ചകിരി എന്തോ പറയില്ലേ, ആ സാധനമാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് ആവുന്നില്ല. ഡ്രസ്സിൻ്റെ ഒരു ഇതില്ലേ ഹാൻഡിൽ അങ്ങനെ അത് വെച്ചിട്ട് ബോ ആയി കൊടുത്തിട്ട് സാധനം ക്യൂട്ടൊക്കെ തന്നെ അതിന്. പക്ഷേ ഈ അരി അളക്കുന്ന പാട്ടാണ്. അത് നേരെ തിരിച്ചിട്ട് താഴെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ രാവിലെ തപ്പി എൻ്റെ മെക്കിട്ട് തരും. അപ്പോൾ ശരി, ഞാൻ ഇത് കൊണ്ടാച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ChatGPT ഞാൻ അടുത്തത് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് കൂടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.